നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഒരു റെഡ് ലേഡി പപ്പായ ചെടിയെ പരിചയപ്പെടാം. നമ്മുടെ തോട്ടത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനമാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച അബിയു ചെടിയാണ്. അന്ന് കാറ്റിൽ മുറിഞ്ഞു പോയി വീണ്ടും ശരിയായി വരുന്ന ഒരു തൈയാണത്. ഇതാണ് നമ്മുടെ വീട്ടിലെ റെഡ് ലേഡി പപ്പായ തൈ. ഇത് നട്ട് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ 8 മാസമേ ആയിട്ടുള്ളൂ. നല്ല രീതിയിലുള്ള വളർച്ചയും ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കായ്കൾ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കായ്കളൊക്കെ പഴുത്ത് തുടങ്ങി. പഴുത്തപ്പം കാക്കയുടെയും കിളികളുടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് 2 പഴുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് 2 ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ പറിച്ചത്. അത് വീണുപോയി. മഴയും കാറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും അത് വീണുപോയി. അതും കൂടി നമുക്ക് കാണാം വീഡിയോയിൽ. ഇത് നമ്മൾ കാണുന്ന അത്ര ഹൈറ്റൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 6 അടി ഹൈറ്റേ ഉള്ളൂ. ഇതിന് 6.5 അടി ഹൈറ്റ് അതിൻ്റെ ടോപ്പ് ഹൈറ്റുള്ളൂ ഗ്രൗണ്ടൊന്നും. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഹൈറ്റായി തോന്നുമെങ്കിലും അത്ര തന്നെ ഹൈറ്റ് ഇതിന് ഇല്ല. നാടൻ വളം ആണ്, ജൈവ രീതിയിലുള്ള വളങ്ങളാണ് സ്ഥിരമായി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇനി ഇതിൻ്റെ ഹൈറ്റ് എൻ്റെ കൈ പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ തന്നെ എത്തും. അത്ര ഹൈറ്റേ ഉള്ളൂ. ഞാൻ കുറച്ച് വൈഡായിട്ട് കൂടിയാണ് നിൽക്കുന്നത് ക്യാമറ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പറിച്ചെടുത്ത പപ്പായ നമുക്ക് കാണാം. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായ നല്ല ശക്തമായ കാറ്റിലും മഴയിലും വീണതാണ്. ഞാൻ ഇന്ന് കാലത്ത് എടുക്കണമെന്ന് കരുതി വെച്ച 2 പപ്പായകളാണ്. ഇത് 2 കൂടെ ഒന്നിച്ച് കവറിലിട്ട് വെച്ചതായിരുന്നു. കാര്യം കാക്കകളുടെയും കിളികളുടെയും ഒന്നും ശല്യമില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. കാലത്ത് നോക്കിയപ്പോൾ അത് വീണിരിക്കുന്നു. അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. നന്നായി പഴുത്തിട്ടുണ്ട്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഉൾഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല ഡാർക്ക് റെഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 തരമുണ്ട്. ശരിക്കും ഒന്ന് നീളം വരുന്ന ഒരു സാധനമുണ്ട്. സാധാരണ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലൊക്കെ കാണുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതിന് തൊലി ശരിക്കും ഗോൾഡ് കളർ തന്നെ ആയിരിക്കും ശരിക്ക്. പക്ഷെ അതിന് സാധാരണ രീതിയിൽ മധുരം കുറവാണ്. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മറ്റു നമ്മുടെ നാടൻ പപ്പായ പോലെ തന്നെയാണ്. തൊലി അത്ര നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട പപ്പായ ഉണ്ടല്ലോ, അത്ര തന്നെ മഞ്ഞ കളർ ഉണ്ടാവില്ല. ഒരു സാധാ പപ്പായയുടെ തൊലി പോലെ തന്നെ ഉണ്ടാവുക. പഴുത്ത് വരുമ്പോൾ അതിന് ഗോൾഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേ കളർ തന്നെ ആയിരിക്കും. വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അതിനകം ശരിക്കും നല്ല റെഡ് കളർ തന്നെയാണ്. അത് തന്നെയുമല്ല, നല്ല മധുരം കൂടിയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പപ്പായ. നമ്മളിതിന് കാര്യമായിട്ട് കൊടുത്തിരുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചത് 8 മാസമായി പ്രായമായി എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ആ സമയത്തിന് തന്നെ നമ്മൾ കൊടുത്തിരുന്നത് അടിവളമായിട്ട് ഇവിടെ തന്നെ നമ്മൾ ചെയ്തു വെച്ച കമ്പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. കരിയില കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുഴി നിറച്ച്, മണ്ണും കൂടെ മിക്സ് ചെയ്ത് കുഴി നിറച്ചിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ മറ്റു വീഡിയോയിലും കാണാം. ഞാൻ പുതുതായിട്ട് തൈ വെക്കുന്നതും ചെടികളും അടിവളമായിട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിന് ഈ കായായതിന് ശേഷം നമ്മൾ വെണ്ണൂറ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഇപ്പം 8 മാസമായെന്ന് പറഞ്ഞെങ്കിൽ കൂടി തന്നെ 3 തവണ ആയിട്ട് നമ്മൾ വളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ കടലപ്പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് വളം കാര്യമായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ ഇത് കഞ്ഞിവെള്ളം, കുളിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന കിച്ചൺ സ്ലറി കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത്
അതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മികച്ച ഒരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് റെഡ് ലേഡി പപ്പായ കൃഷി. സാധാരണ പപ്പായകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വേഗത്തിൽ ഫലം തരികയും വിപണിയിൽ തന്നെ നല്ല ഡിമാൻഡും ഉള്ളതുമായ ഒരു വിദേശ വിത്താണ് ഈ പപ്പായ. റെഡ് ലേഡി പപ്പായയുടെ പ്രധാന ആകർഷണം ഇതിൻ്റെ വളർച്ച തന്നെയാണ്. നട്ടുകഴിഞ്ഞ് ഏകദേശം 4 മുതൽ 5 മാസത്തിനുള്ളിൽ തന്നെ ഇവ പൂവിടാൻ തുടങ്ങും. 8 മുതൽ 9 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ വിളവെടുപ്പും നടത്താം നമുക്ക്. ഈ ഇനം പപ്പായക്ക് മറ്റു പപ്പായകളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ കായ്കൾ നല്ല മധുരമുള്ളത്, ഉൾഭാഗം തന്നെ കടും ചുവപ്പ് നിറത്തോടു കൂടിയുമാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് കേടുപാടുകൾ കൂടാതെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഇനമാണ് ഈ പപ്പായ. ഈ പപ്പായയുടെ കൃഷിരീതിയെക്കുറിച്ച് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 2 മീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് ചാണകപ്പൊടിയോ ജൈവവളമോ ചേർത്ത് തൈകൾ നടാവുന്നതാണ്. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. എന്നാൽ കൃത്യമായ നന ഉറപ്പാക്കുകയും വേണം. കൃത്യസമയത്ത് ജൈവവളങ്ങൾ ആവശ്യമെങ്കിൽ സൂക്ഷ്മമൂലകങ്ങൾ നൽകിയാൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ 50 മുതൽ 100 കിലോ വരെ പപ്പായ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ പരിചരണവും ഉയർന്ന ലാഭവും തരുന്ന റെഡ് ലേഡി പപ്പായ വീട്ടാവശ്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിലും ഒരുപോലെ അനുയോജ്യമാണ്. നിങ്ങൾ പപ്പായ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി റെഡ് ലേഡി തിരഞ്ഞെടുക്കാവുന്നത്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ കാർഷിക അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.